ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അതിഥികളായി വന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും വേഗം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമൊന്നും. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് 22-ന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് നാളും നാഴികയും നാം അറിയാതെ ഇരിക്കുന്നത് കൊണ്ട് നാം എപ്രകാരം അവന്റെ വരവിനായി കാത്തിരിക്കണമെന്ന് യേശു 10 കന്യകമാരുടെ ഉപമയിലൂടെ പഠിപ്പിക്കുന്നു. വർത്തമാന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ പുനരാവിഷ്കരണം നടത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. IPC ബേതേലോണി സിസ്റ്റർമാർ അവതരിപ്പിക്കുന്നു. ഒരു നല്ല കയ്യടിയോടുകൂടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. 10 കന്യകമാർ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. സിസ്റ്റർ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലല്ലോ, ചിലരൊന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല. എന്ത് പറ്റി? കഴിഞ്ഞ മീറ്റിങ്ങിലൊന്നും ചിലരൊന്നും വന്നിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ ദിവസം ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം വലിയ ബിസി ആയിരുന്നു, വിളിച്ചു പറയാനും പറ്റിയില്ല. സോറി. കഴിഞ്ഞ ആഴ്ച എനിക്ക് നല്ല തിരക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്ന് പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പിടിച്ച് വരുക. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും. മമ്മി, ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ എല്ലാവരും എത്തിയില്ല. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്നാലും വേണ്ടില്ല, നമ്മൾ ഇത്രയും പേരുണ്ട്, പ്രാർത്ഥിച്ചു തുടങ്ങാം അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇന്ന് പകൽക്കാലം സോദരി സമാജമായി നമുക്ക് ഇത്രയും പേർക്ക് കൂടി വരാൻ ദൈവം സഹായിച്ചവർക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ കൂടി വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാനായിട്ട് പാസ്റ്റർ മാമിയെ ക്ഷണിക്കുന്നു. നല്ല പിതാവേ, നല്ല സമയത്തിനാണ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ലേഡീസ് മീറ്റിംഗായ കടന്നു കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ വർഷക്കാലം മുഴുവൻ ലേഡീസ് മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചുപയോഗിക്കാതെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. ഇന്ന് വൈകാലം എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകണമേ. കർത്താവിന് വരുവേണ്ടി കാലങ്ങളിൽ കർത്താവിന് ഒരുങ്ങി ജീവിപ്പാനും കർത്താവിന് വരികയിൽ തള്ളപ്പെട്ടു പോകാതെ ബുദ്ധിയുള്ള കന്യമാരെ കൂടി എണ്ണുള്ളവരായി കാത്തിരിക്കാൻ സഹായിക്കുമാറാകണമേ. അതിനാണ് ഞങ്ങളെ ഒരുക്കുമാറാകണമേ. പരിഹാരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിച്ച അമ്മാമയ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമയത്ത് നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാൻ ആ പാട്ട് ലീഡ് ചെയ്യാനായിട്ട് ഞാൻ ജോലി മാമിയെ ക്ഷണിക്കാം. എണ്ണയുണ്ടോ നിന്നിടത്തിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിന്നിടത്തിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാമീ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാമീ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. എൻ്റെ സിസ്റ്റർമാരെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിചാരിക്കും. ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ? അതെ സിസ്റ്റർ, ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നേ, നമ്മൾ വന്ന സമയം മുതൽ നമ്മൾ
നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മൾ അതുപോലെ പാട്ട് പാടിയതും ഇപ്പം അമ്മാമയാണെങ്കിൽ തന്നെ പ്രാർത്ഥിച്ചതുമായ വിഷയങ്ങളും അതുപോലെ ഇന്നലെ പ്രാർത്ഥിക്കുന്ന സമയം ദൈവാത്മാവ് എന്നോട് ഇടപെട്ടതുമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കുമ്പം കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചിന്തിക്കുക, നമ്മൾ സാധാരണ ഈ ലേഡീസ് മീറ്റിംഗ് സഹോദരി സമാജം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് സാക്ഷ്യങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്. എന്നാൽ ഞാൻ ഓർക്കുന്നത് ഇപ്പം അതിലും വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്ക് അല്പസമയം പ്രാർത്ഥനയോടെ ആയിരിക്കാം എന്നൊരു അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ അതിനോട് യോജിക്കുന്നോ? അമ്മാമ്മ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ അമ്മാമ്മ എത്ര നേരം പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്? അയ്യോ, ബിക്കോസ് ഐ എം സോ ടയേർഡ്. ഇന്നലെ ആണെങ്കിൽ ഷോപ്പിങ്ങിനാണ് ഞങ്ങൾ എറണാകുളത്ത് ലുലു മാർക്കറ്റിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് 11:30-12 പിന്നെ ഫുഡ് കഴിച്ച് പാർക്ക് ചെയ്ത് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഒത്തിരിയായി. പക്ഷേ ഞാൻ ഒത്തിരി ക്ഷീണമായിട്ടായിരിക്കുന്നത്. ഞാൻ പക്ഷേ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ വർഷത്തെ നമ്മുടെ ലാസ്റ്റ് ലേഡീസ് മീറ്റിംഗ്, പിന്നെ നമ്മുടെ പാസ്റ്റർമാവ ഈ ലാസ്റ്റ് മീറ്റിംഗ് ആണ്. ഞാൻ ഇന്ന് ഫുഡൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അമ്മാമ ഇൻ കേസ് ഞാൻ ഉറങ്ങിപ്പോയെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ, മറക്കരുത്. തീർച്ചയായിട്ടും വിളിക്കാം സിസ്റ്റർ. സിസ്റ്റർ എണ്ണ കഴിഞ്ഞിട്ടുണ്ടോ? അയ്യോ, ഈ അമ്മാമ എന്തോ ഈ സംസാരിക്കുന്നത്? ഐ ഹാവ് പ്ലെന്റി ഓഫ് ഓയിൽ. ഹൗ ഐ വിൽ കം വിത്തൗട്ട് ഓയിൽ? അതെ അതെ, ഞാനാണെങ്കിൽ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു നേരമായി. എങ്ങാനും ഞാൻ ഉറങ്ങിപ്പോയാൽ മണവാളം വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് വിളിക്കണേ അമ്മാമേ. എണ്ണയുണ്ടോ കയ്യിൽ? ആ എണ്ണയുണ്ട്. ഇവരൊക്കെ എന്ത് എണ്ണയുണ്ടോ എന്നേ ചോദിക്കാനുള്ളൂ. ഇത്രയും കാലം ഞാൻ എണ്ണയും കൊണ്ട് വന്നിട്ട് ഞാൻ മണവാളനെ വിളിക്കണേ. ഇവർക്കൊന്നും ആരാധനയ്ക്ക് വരണ്ട. സിസ്റ്ററെ, ഞാനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒത്തിരി താമസിച്ചാണ് വന്നത്. പിന്നെ വീട്ടിൽ വന്ന് കുളിയും ജപവും തീറ്റയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അച്ചാൻ വിളിച്ചിട്ട് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് പാതിരായി ചുരുണ്ട് കൂടി ഒന്ന് കിടന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ വീട്ടിൽ കോഴിയുണ്ടോ, ഇത് അങ്ങോട്ട് ചിലയ്ക്കാൻ തുടങ്ങി. പിന്നെ ഒരു തരത്തിൽ ഉറങ്ങാനൊക്കത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞങ്ങളുടെ ലേഡീസ് മീറ്റിങ്ങിൻ്റെ കോർഡിനേറ്റർ വിളിച്ചു, ജോസ് ഇന്ന് വരുന്നില്ലേ പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ഗ്രൂപ്പ് സോങ്ങിൻ്റെ ഒക്കെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതുമൊക്കെ നടത്തി ഞാനിങ്ങനെ വന്നപ്പോൾ ഉറങ്ങാതൊക്കെ ഉറക്കളിച്ചിരുന്നാണ് വന്നേ. ഇവിടെ വന്നപ്പോൾ എനിക്ക് അറിയില്ല പ്രോഗ്രാം ഒന്നുമില്ല, വെറും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ ആ വീട്ടിലെങ്ങാനും വരുന്നു. ഇപ്പം 10 മണി വരെ കിടന്ന് ഉറങ്ങിയേച്ചു, അല്ല ഷോപ്പിങ്ങിനും പോയി, ചുമ്മാ വേറെ പണിയൊന്നുമില്ല. അവർക്ക് എല്ലാത്തിനും പോകാൻ സമയമുണ്ട്, ഈ പ്രാർത്ഥനയ്ക്ക് മാത്രം വരാനുള്ളവർക്കൊക്കെ മടി. എന്തോ ചെയ്യാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിപ്പോയെന്നേ. പ്രാർത്ഥനയ്ക്കും ഇതുപോലുള്ള കൂട്ടായ്മയ്ക്കൊന്നും വരാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ ജോസഫ് സിസ്റ്ററെ, നിങ്ങൾ വിളക്കിന് എണ്ണ എടുത്തിട്ടുണ്ടോ? എന്തോ ശിവ സിസ്റ്ററായി പറയുന്നേ. ജനിച്ച നാളെ മുതൽ കേൾക്കുമോ മണവാളം വരുന്നു. പിന്നെ വെറും വിളക്കം കൊണ്ട് ഞാൻ വരുമോ എണ്ണ ഇല്ലാതെ? എന്താ ഈ പറയുന്നത്? ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ അതിനാണല്ലോ കൂടി വന്നേക്കുന്നത്. നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു ഞങ്ങളോട്. ഞങ്ങൾക്ക് നിങ്ങൾക്കും എണ്ണ പോരായിരുന്നു വരാതിരിക്കാൻ ഇനി ഇരിക്കുന്നവരടുത്ത് പോയി വാങ്ങിക്കൊള്ളു. അമ്മാമ ഇതെന്നാ വർത്തമാനാ പറയുന്നത്? അമ്മാമ ഇത്രയും സ്നേഹിച്ചിട്ട് സ്വല്പം എണ്ണ ചോദിച്ചപ്പോഴാണ് തരാൻ പറ്റത്തില്ല. നമ്മുടെ ഹോട്ടൽ പോയാൽ മതി, നമ്മുടെ ഇഷ്ടംപോലെ എണ്ണയല്ലേ കൊടുക്കുന്നത്. അതുകൊള്ള സഹാറ മരുഭൂമിയിൽ മണം വിൽക്കാൻ പോകുന്നൊരു വഴി കാണിക്കാന്ന് പറയുന്ന പോലെ അണ്ണാനെ ഞാൻ മരം കയറ്റാൻ പഠിപ്പിക്കാം. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം ഇട്ടുകൊണ്ട് ഇറങ്ങി ഹല്ലേലൂയ, എണ്ണ ചോദിച്ചാൽ തരികയില്ല. സ്തോത്രം, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം,
വാതിൽ മുട്ടി നോക്കട്ടെ, ചിലപ്പോൾ എന്നെ കയറ്റുമായിരിക്കും. ജീസസ്, ജീസസ്, ഒന്ന് വാതിൽ തുറക്കാമോ? ഞാൻ നിന്നെ അറിയുന്നില്ല. യോ പൊന്നെ, എന്റെ പൊന്നെ യേശുപ്പച്ച, ഇതെന്തോ പറയുന്നേ? ഞാൻ മിനിയാ. യോ യേശുപ്പച്ചൻ, ഇനി എന്റെ പേര് തെറ്റിയതാണോ? ഞാൻ ഏഴൂര് സ്ഥലത്തെ പ്രശാന്ത ഭാര്യ മിനി ബോസാ. യോ യേശുപ്പച്ച, വാതിൽ തുറക്കണേ. ഞാൻ അന്നെനിക്ക് എല്ലാ വീട്ടിലും വരികയും സമ്മതിക്കുകയൊക്കെ ചെയ്ത് എന്റെ ആക്റ്റീവായിട്ട് നടക്കണം. യേശുപ്പച്ച, എന്റെ പൊന്നെ യേശുപ്പച്ചൻ, ഒന്ന് വാതിൽ തുറന്നേ. അതൊക്കെ ശരിയാ, ഞാൻ നിന്നെ അറിയുന്നില്ല. ഷോ, ഞാൻ തള്ളപ്പെട്ടു പോയോ? യോ എനിക്ക് വയ്യ, ഇനി ഞാൻ നാട്ടിലാടുമല്ലോ. എന്നാ പറയും? എന്റെ ഹസ്ബൻഡിനോട് എന്നാ പറയും? എനിക്ക് വയ്യ. ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്താണെങ്കിലും എനിക്ക് തുറന്നു തരാതിരിക്കത്തില്ല. കർത്താവേ, കർത്താവേ, ഇത് ലിപിയാണ്, ഒന്ന് വാതിൽ തുറക്കുമോ? ഞാൻ നിന്നെ അറിയുന്നില്ല മകളെ. കർത്താവെ, അങ്ങനെ പറയരുത്. ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഓൺലൈൻ മിനിസ്റ്റർ ചെയ്ത് അനേകരെ അങ്ങിലേക്ക് എത്തിച്ചിട്ടുള്ള സഹോദരിയാണ്. എന്നെ തള്ളിക്കളയരുത് കർത്താവെ. നീ ഫേസ്ബുക്ക് മിനിസ്റ്റർ ചെയ്തു, യൂട്യൂബ് മിനിസ്റ്റർ ചെയ്തു, പക്ഷേ എൻ്റെ മുഖം അന്വേഷിച്ചിട്ടില്ല. ഞാൻ നിന്നെ അറിയുന്നില്ല. ഞാൻ അങ്ങേക്ക് വേണ്ടി ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ട് അവിടെ നിന്നെ അറിയുന്നില്ലെന്നോ? ഷോ കർത്താവെ, ഞാൻ ഇനി എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? നിങ്ങളിങ്ങോട്ട് മാറിയിട്ട് ഞാനും പോട്ടെ, തുറക്കാതിരിക്കത്തില്ല. കർത്താവേ, വാതിൽ തുറക്കണമേ. കർത്താവേ, ഞാൻ നിന്നെ അറിയുന്നില്ല മകളെ. യോ കർത്താവേ, ഞാൻ ജോസിയിലേക്കപ്പാ. ഞാൻ 7 പെരിയല്ല ഓഫീസിലെ അംഗമാണ്. ഞാൻ ഒരു പ്രാർത്ഥന പോലും മുടങ്ങാതെ വരുന്നതാ. അത് തന്നെയല്ല, പാരമ്പര്യം നോക്കിയാൽ എൻ്റെ പപ്പായായാലും ആരെയും പണിതത്. അത് തന്നെയുമല്ല, എൻ്റെ അമ്മ 43 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്. എന്നെ അറിയുന്നില്ലെന്നോ? എന്ത് വയസ്സ് പറയുന്നേ? തുറക്കണമേ. അതൊക്കെ ശരിയാ, ഞാൻ നിന്റെ അമ്മയെ അറിയുന്നു, ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ, ഞാൻ തള്ളപ്പെട്ടു പോയോ? അയ്യോ, എനിക്ക് വയ്യ. തള്ളപ്പെട്ടു പോയോ? അയ്യോ, ഇനി മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഞാൻ നിന്നെ അറിയുന്നില്ല മകളെ. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ സൺഡേ സ്കൂളിലും PYP-ലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. സംഗീതത്തിന് 119 ഗലാത്യനും ഇംഗ്ലീഷും ഒക്കെ കാണാതെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഡോർ ഓപ്പൺ ചെയ്യണമേ. അതൊക്കെ ശരിയാ, ഞാൻ നിന്നെ അറിയുന്നില്ല. ഓ മൈ ഗോഡ്, ഞാൻ തള്ളപ്പെട്ടു പോയോ? കർത്താവേ, കർത്താവേ, ഞാൻ അൻസുവാണ്. ഈ വാതിൽ തുറന്നു തരാമോ? ഞാൻ നിന്നെ അറിയുന്നില്ല മകളെ. അയ്യോ, അങ്ങനെ പറയില്ല കർത്താവ്. ഞാൻ എല്ലാ ഞായറാഴ്ച സഭയിൽ പോകുന്നത്, എല്ലാ സൺഡേ സ്കൂളിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ പറയില്ല കർത്താവേ. ഞാൻ നിന്നെ അറിയുന്നില്ല മകളെ. എന്നാ വർത്താനം കർത്താവേ പറയുന്നേ? അയ്യോ, നമ്മൾ തള്ളപ്പെട്ടു പോരാ. നമ്മളെല്ലാവരും ഉണ്ടല്ലോ, മിനിയുണ്ട്, ലിനിയുണ്ട്, എല്ലാവരും കൂട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് പോകാം. എന്ത് ചെയ്യാനും. നിൽപ്പീൻ മക്കളെ, നിങ്ങൾ എന്തുകൊണ്ട് വിളക്കിൽ എണ്ണ തെളിയിച്ചില്ല? ക്ഷമിക്കണമേ യേശുപ്പച്ചാ, ഞങ്ങളോട് ക്ഷമിക്കണേ. വരുവീൻ.
പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവ് ഒരു ദൃശ്യാവിഷ്കരണമായി ഞങ്ങളിവിടെ അവതരിപ്പിച്ചുവെങ്കിലും ഇതൊരു സാങ്കല്പികമല്ല, മറിച്ച് നമ്മുടെ സമീപഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പച്ചയായൊരു യാഥാർത്ഥ്യമാണ്. പെന്തക്കോസ്തിന്റെ പാരമ്പര്യമോ നമ്മുടെ പദവിയോ യോഗ്യതയോ നാം ചെയ്ത മിനിസ്ട്രിയോ ഒന്നും അല്ല ദൈവരാജ്യ പ്രവേശനത്തിന് നമ്മെ യോഗ്യരാക്കുന്നത്. മറിച്ച് ദൈവവചനാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാനായി കഴിയുകയുള്ളൂ. ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ തിന്നും കുടിച്ചും നൈമിഷ്യ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് കർത്താവിന്റെ വരവ് ഒരു കണിയായി തീരുവാൻ സാധ്യതയുണ്ട്. ദൈവവുമായുള്ള ഒരാളുടെ ബന്ധം തികച്ചും വ്യക്തിപരമാണ്. ഈ പരിശുദ്ധമായ എണ്ണ മറ്റൊരാളിൽ നിന്നും നമുക്ക് കടം വാങ്ങാൻ കഴിയുന്നതല്ല, അവസാന നിമിഷത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതുമില്ല. തന്റെ കാന്തയ വിശുദ്ധ സഭയെ ചേർക്കുവാൻ നമ്മുടെ മണവാളൻ യേശുക്രിസ്തു വാനമേഘത്തിൽ വേഗം വരും. വിശുദ്ധ വേദപുസ്തകം 1 തെസ്സലോനിക്കർ 4:16 ഇപ്രകാരം പറയുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെയിരിക്കും. കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോകാതെ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണ എടുത്തുകൊണ്ട് നമുക്കും ഒരുങ്ങാം പ്രിയരെ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.